പതിവ് അങ്ങനല്ല. പതിവ് റസൂലുള്ള തഹജ്ജുദിന് എഴുന്നേറ്റാൽ പിന്നെ നബി തങ്ങൾ ഉറങ്ങുമായിരുന്നില്ല. അന്ന് റസൂൽ ഉറങ്ങിക്കിടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബിലാൽ തങ്ങൾ ചിന്തിക്കാണ്, നബി തങ്ങൾ പഠിച്ചോനെ ഉറങ്ങിയോ? നബി തങ്ങളെ വിളിക്കാൻ ബിലാൽ തങ്ങൾക്കൊരു പ്രയാസം തോന്നിപ്പോയി. ഇനി സഹോദരന്മാരെ, നാളെ സുബഹി നിസ്കാരത്തിന് പെമ്പർന്നോള് എന്നെ വിളിക്കുമ്പോ പെണ്ണിനോട് പറയാൻ നിൽക്കണ്ട, മുണ്ടാ നിക്കടി അവിടുന്ന്. നബി തങ്ങൾ വരെ സുബഹിക്ക് ഉറങ്ങി ഇന്നലെ മൊയ്ലാരിക്ക് വയറിന് കേട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദര, അത് ഉറങ്ങിയതല്ല, ബിലാലിന് പിഴച്ചു പോയതാണ്. ബിലാലിന്റെ ഇജ്തിഹാദിൽ പിഴച്ചു പോയതാണ്. കാരണം എന്തെന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു കരുതിയത് റസൂലുള്ള ഉറങ്ങിക്കിടക്കുകയാണെന്നാണ്. അല്ല, നബി തങ്ങൾ അന്നത്തെ രാത്രിയിൽ യാത്ര കഴിഞ്ഞുകൊണ്ട് വന്നതാണ്. നബി തങ്ങൾ ഉറങ്ങിയിട്ടുണ്ട് ആയിഷാന്റെ വീട്ടിൽ റളിയല്ലാഹു അൻഹാ. നബി തങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്. നബി തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം ഫറളായിരുന്നു, നമുക്ക് സുന്നത്താണ്. മുസ്തഫ നബി തങ്ങൾക്ക് അത് ഫറളാണ്. സുബ്ഹാനല്ലാഹ്, തഹജ്ജുദിന്റെ ഫളായിലുകളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ നബി തങ്ങൾ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് തല കാണും വിധത്തിൽ റസൂൽ ഇങ്ങനെ ചെരിഞ്ഞു കിടന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കണ്ണ് പൂട്ടിയിട്ടുണ്ട്, നബി തങ്ങളുടെ ഖൽബ് ഉറങ്ങിയിട്ടില്ല. അത് നബി തങ്ങളുടെ ഒരു അത്ഭുതമാണ്. നബി തങ്ങൾക്കെല്ലാം കേൾക്കാം. പക്ഷെ ബിലാൽ തങ്ങൾ കരുതിയത് റസൂലുള്ളാഹി വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. അങ്ങനെ ബിലാൽ അന്നത്തെ ദിവസം സുബഹിന്റെ ബാങ്ക് വിളിക്കാൻ എല്ലാ ദിവസവും ഉയർത്തുന്ന ശബ്ദത്തിനേക്കാൾ ഉയർത്തിയിട്ട് ബാങ്ക് വിളിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നബി തങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ട് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അങ്ങനെ ബാങ്ക് വിളിക്കുമ്പോൾ നോക്കണേ, ഖിബലക്ക് നേരെ ബാങ്ക് വിളിക്കുമ്പോ നബി തങ്ങളുടെ വീട് കിടക്കുന്നത് ഇടത്തെ ഭാഗത്തിലാണ്, അല്ലേ? അതായത് റൗളയിൽ ഖിബലക്ക് നേരെ തിരിഞ്ഞു നിന്ന നബി തങ്ങളുടെ വീട് കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹാന്റെ വീട്ടിലാണ് നബി തങ്ങൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നബി തങ്ങളുടെ വീട് ഏത് ഭാഗത്താണ്? ഇടത്തെ ഭാഗത്തിലാണ്. അവൻ ബിലാൽ തങ്ങൾ ബാങ്ക് വിളിക്കുമ്പോ ഇടത്തെ ഭാഗത്തിലാണ് റസൂൽ കിടക്കുന്നത്. അങ്ങനെ ബിലാൽ ബാങ്ക് കൊടുത്തു ഹയ്യ അലൽ ഫലാഹ്, വലത്തെ ഭാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ കിടക്കുക തന്നെയാണ്. തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് റളിയല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നബി തങ്ങൾ ആ ബാങ്കിന് മുഴുവനും ജവാബ് പറയുന്നുണ്ട്. ബിലാൽ തങ്ങൾ കരുതി അപ്പൊ നബി ഉറങ്ങാണെന്നാണ്. വീണ്ടും ഹയ്യ അലൽ ഫലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പോഴും നബി തങ്ങൾ ഉറങ്ങുന്നതായി ബിലാലിന് തോന്നുകയാണ്. അപ്പോഴാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. അന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, അന്നാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു കലിമത്ത് കേട്ടപ്പോ നബി തങ്ങൾ ചാടി എഴുന്നേറ്റു. നബി തങ്ങൾ പറഞ്ഞു, സദഖ്ത ബിലാൽ, ബിലാലേ, മുഹമ്മദ് ഉറങ്ങിയിട്ടില്ല ബിലാൽ, നീ പറഞ്ഞത് സത്യമാണ് ബിലാലേ, സത്യമാണ് ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ നായകർ ആയിഷാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മദീനത്തെ പള്ളിയിലോട്ട് ഓടി വരികയാണ്. അപ്പോഴത്തേക്ക് ബിലാൽ തങ്ങളുടെ ബാങ്ക് അവസാനിക്കുകയാണ്. ഇലാഹ ഇല്ലല്ലാഹ്. ബിലാൽ തങ്ങളുടെ ബാങ്ക് അവസാനിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കറുകറുത്ത ബിലാലിനെ കെട്ടിയങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് ബിലാലിനോട് പറയുന്ന, ബിലാലേ, ഇന്ന് മുതൽ സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ ഇതുവരെ ഇല്ലാത്ത ഈ ഒരു കലിമത്തുണ്ടല്ലോ, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന കലിമാത്തുകൾ ഉണ്ടല്ലോ, അതിനി ഇന്നത്തെ സമയം മുതൽ സുബഹിന്റെ ബാങ്ക് വിളിക്കണം. ബാങ്ക് വിളിക്കുന്ന സമയത്തിൽ നീ പറയണം ബിലാൽ. തഹജ്ജുദിന് എഴുന്നേറ്റ് തഹജ്ജുദിന് ബാങ്ക് വിളിക്കുമ്പോൾ പോലും അസ്സലാത്തു ഖൈറും മിനൻ നൗം സുന്നത്തില്ല തഹജ്ജുദ് ബാങ്ക് വിളിക്കുമ്പോൾ. കാരണം അതിൽ ഹബീബ നബി തങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞത് ഇന്നു മുതൽ സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം പറയണം. അപ്പോ നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിലായിരുന്നു തല. കാരണം നബി തങ്ങൾ ആലിംഗനം ചെയ്തുകൊണ്ടാണ് ഈ വാക്ക് പറയുന്നത്, സന്തോഷം കൊണ്ട്.
അപ്പൊ ബിലാൽ തങ്ങൾ പറയാൻ, ഞാൻ ഹബീബാ നബി തങ്ങളോട് അപ്പം തന്നെ ചോദിച്ചു, നബിയേ ഇശാഇന്നും പറഞ്ഞോട്ടെ യാ റസൂലല്ലാഹ്. ബിലാൽ തങ്ങൾക്ക് ഇശാഇന്നും പറയണമെന്ന ആഗ്രഹം കുറെ കാലായിട്ടുണ്ട്. എന്ത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം. അപ്പൊ നബി തങ്ങൾ പറയുകയാണ്, ബിലാലെ ആ സമയത്തിൽ പറയാൻ പാടില്ല. അപ്പോഴാണ് ബിലാൽ തങ്ങൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, അങ്ങേര് ഇവിടെ ഉണ്ടാകുമ്പോ ആരും ഇശാഇന്റെ ബാങ്ക് വിളിക്കുന്ന നേരത്തിൽ ഉറങ്ങാറില്ല. അങ്ങ് ഇവിടെ ഇല്ലാതിരുന്നാൽ ഇശാഖ് ബാങ്ക് വിളിക്കുമ്പോ അധിക പേരും ഉറങ്ങാറുണ്ട് യാ റസൂലല്ലാഹ്. അപ്പയാണ് സഹോദരിമാരെ ഈ ഹദീസ് നബി തങ്ങൾ പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുകയാണ്, ബിലാലേ ആ സമയത്തിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ജൂതന്മാരുടെ അടയാളമാണ്. അങ്ങനെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഉറങ്ങുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവരുടെ വീട്ടിൽ നിന്ന് അല്ലാഹു ഐശ്വര്യത്തിനെ റഹ്മത്തിനെ എടുത്തു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ ചെറിയ മക്കളെ പോലും ഉറക്കാൻ പാടില്ല. ചെറിയ മക്കളെ പോലും ഉറക്കാൻ പാടില്ല ആ ടൈമിന്. പഴയ കാലത്തൊക്കെ നോക്കണേ, പഴയ കാലത്തൊക്കെ ഉമ്മമാര് മഗ്രിബിന്റെ ടൈം ആകുമ്പോ മക്കളൊക്കെ കുളിപ്പിച്ച് വല്ലാതെ കരയുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാലൊക്കെ കൊടുത്തിട്ട് തൊട്ടിലേലിട്ടിട്ട് ഇങ്ങനെ താരാട്ട് വാടി ഉറക്കുമ്പോ വല്യമ്മമാര് പറയും, ഈ മൂന്തിയപ്പിന് ഉറക്കല്ലെണ്ണിയോ. അതിനെ ഞങ്ങളെ മലപ്പുറം ഭാഗത്തേക്ക് അങ്ങനെ പറയും. മനസ്സിലായിട്ടില്ല? അതിന് ഉറക്കല്ലെണ്ണിയോ, ഈ മൂന്തിയപ്പിന്. മനസ്സിലായിട്ടില്ല? ആ നേരത്തിൽ ഉറങ്ങരുതെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ആ ടൈമിനാണ് ബിലാലേ ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പടച്ച തമ്പുരാൻ പൊരുത്തപ്പെട്ടു കൊടുത്തത്. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈമിനാണ് ആദം നബിയുടെ ദോഷത്തിന് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തത്. അപ്പയാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മഗ്രിബിന്റെ ബാങ്ക് എന്ന് പറയുന്നത് ആദം നബിയുടെ പാപം പൊരുത്തപ്പെട്ടു കൊടുത്ത സമയമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നബിയേ, ആ ടൈമിന് എനിക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന, എന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളുണ്ടല്ലോ നബിയേ, സകലമാന ദോഷങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്, എല്ലാം പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ദുആ എനിക്ക് പറഞ്ഞു തരോ യാ റസൂലല്ലാഹ്. ആ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവന്നോ? ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്തിനാ ഞാൻ ഇത് എഴുതിയതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇൻഷാ അല്ലാഹ് പറയാം ഓരോ ദിക്റുകൾ. ഇന്നിപ്പോ ഓരോരുത്തർ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, സങ്കടങ്ങൾ. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ അതിനൊക്കെ പാകപ്പെടുന്ന ചില ഹദീസുകളിൽ നിന്ന് ഇരിക്കുന്ന ചില ദിക്റുകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാധനം ഇത്രേ ഉള്ളൂ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ നിന്ന് നിങ്ങൾക്കത് വാങ്ങിക്കൊണ്ടുപോകാം. ഇപ്പോഴല്ല, സമാപനത്തിൽ ഇൻഷാ അല്ലാഹ് അവസാനിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓർക്കാമേ പറഞ്ഞു, പഠിച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലിംനി കലാമൻ നഖൂൽ ഇൻദ അദാനിൽ മഗ്രിബ്. നബിയേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയമുണ്ടല്ലോ, ആദം നബി അലൈഹിസ്സലാമിന്റെ പാപം പടച്ച തമ്പുരാൻ പൊരുത്തപ്പെട്ടു കൊടുത്ത സമയമാണല്ലോ. ആ സമയത്തിൽ എന്റെ പാപം പടച്ച തമ്പുരാൻ പൊരുത്തപ്പെടാൻ പാകപ്പെടുന്ന എന്തെങ്കിലും ഒരു ദുആ എനിക്ക് പറഞ്ഞു തരോ യാ റസൂലല്ലാഹ്. അപ്പൊ നബി തങ്ങൾ ഉമ്മു സലമയോട് പറയുകയാണ്, ഉമ്മു സലമ ഖൂലി, നീ പറയണേ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്തിൽ നീ പറയണേ എന്തിനെ, അല്ലാഹുമ്മ ഇന്ന ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ അസ്വാതു ദുആഇക ഫഗ്ഫിർ ലീ. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈമിന് എന്റെ ഉമ്മമാരെ മറന്നു പോകല്ലേ. നാളെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ സീരിയലുകളുടെ മുമ്പിൽ ഇരിക്കല്ല ഉമ്മമാരെ, സംസാരങ്ങളുടെ ഇടയിലോട്ട് നിൽക്കല്ലേ. ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ഈമാൻ അവർക്ക് ലഭിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. നാളത്തെ മഗ്രിബിന്റെ ബാങ്കിനെ നീ കാതോർത്ത് നിൽക്കണം ഉമ്മമാരെ. നാളത്തെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈം
കാരണം ഇത് നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാവാം. കണ്ണുകൊണ്ട് ഹറാമുകൾ കണ്ടിട്ടുണ്ട്, കാതുകൊണ്ട് ഹറാമുകൾ കേട്ടിട്ടുണ്ട്, നാവുകൊണ്ട് ഹറാമുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം പൊരുത്തപ്പെടാൻ എന്റെ ഉമ്മമാരെ മറക്കരുത്. മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിനാണ് ഈ ദുആ ചെയ്യേണ്ടത്. അതിനാണ് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി. ഉറക്ക വരട്ടെ, ഉറക്കിൽ അലീം. അങ്ങനെ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കാൻ സൂര്യൻ പരിപൂർണമായി അസ്തമിക്കുമ്പോ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇമാം മുഅദ്ദിൻ അവറുകൾ മൈക്കിനൊരു മുട്ടൽ മുട്ടും. ആ സമയം അല്ലേ പിശാചുക്കൾക്ക് ഏറ്റവും ദേഷ്യമുള്ള സമയമാണ് മഗ്രിബിന്റെ ടൈം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ ദോഷമൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന സമയമാണ്. ആ സമയത്ത് അങ്ങാടിയിൽ ഭയങ്കര തിരക്കാണ്, ആ സമയത്തിൽ അങ്ങാടിയിൽ ഭയങ്കര കച്ചറയാണ്. കാരണം പിശാചുക്കൾ മുഴുവനായി ഈ ടൈമിന് ഓടി രക്ഷപ്പെടുമെന്ന് അവർക്ക് വല്ലാതെ കരയും, അവർ വല്ലാതെ പ്രയാസപ്പെടും ആ ടൈമിന്. ആ ടൈം ആദം നബിയുടെ പാപം പോലും പൊരുത്തപ്പെട്ടു കൊടുത്ത സമയമാണ്. മൈക്കിനിങ്ങനെ മുട്ടിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സഹോദരിമാരെ, ഇതങ്ങ് കേൾക്കുമ്പോ ഇന്നലെ ഉസ്താദ് അവറുകൾ വഅദിന് പറഞ്ഞെന്ന ആ ദുആ ഞാൻ നടത്തട്ടെ. ഉമ്മു സലമയോട് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ, അല്ലാഹുമ്മ ഇന്ന ഹാദാ ഇഖ്ബാലു ലൈലിക വഇദ്ബാറു നഹാരിക വഅസ്വാതു ദുആയിക ഫഗ്ഫിർ ലീ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ജീവിതത്തിലുള്ള ദോഷങ്ങൾ പടച്ചോൻ പൊരുത്തപ്പെടുമെന്നാണ്. നിങ്ങൾ നാളെ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ ഈ ദുആന്ന് നോക്കേണ്ടി. നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിനൊരു പ്രത്യേക കുളിർമയായിരിക്കും. അല്ലാഹു കുളിർമ നൽകുമാറാകട്ടെ. ആമീൻ പറ. പടച്ചോനെ കുളിർമ നൽകണേ അല്ലാഹ്. എന്താണ് ഇതിന്റെ അർത്ഥം? എങ്ങനെയാണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്ന ഹാദാ, ഈ ടൈം ഉണ്ടല്ലോ, മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഇത് ഇഖ്ബാലു ലൈലിക, രാത്രിയുടെ ആഗമനമാണല്ലോ, രാത്രി തുടങ്ങുകയാണല്ലോ, വൈദ്ബാറു നഹാരിക, പകലിന്റെ അവസാനവുമാണല്ലോ. പകൽ അവസാനിക്കുകയാണ്, രാത്രി തുടങ്ങുകയാണ്. ആ ടൈമിനൊരു ബാങ്ക്, ആ ടൈമിനൊരു നിസ്കാരത്തിന്റെ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട്. എന്നാൽ പകൽ തുടങ്ങുകയും രാത്രി അവസാനിക്കുകയും ചെയ്യുന്ന സമയത്തിൽ എന്തില്ല? നിസ്കാരമില്ല. കാരണം സൂര്യോദയ സമയത്തിൽ നിസ്കാരമില്ലല്ലോ. എന്നാൽ സഹോദര, മഗ്രിബിന്റെ ബാങ്ക് പകൽ അവസാനിക്കുകയാണ്, രാത്രി കടന്നു വരികയാണ്. അല്ലാഹുമ്മ ഇന്ന ഹാദാ ഇഖ്ബാലു ലൈലിക വഇദ്ബാറു നഹാരിക, പകലിന്റെ അവസാനമാണ്, രാത്രിയുടെ തുടക്കമാണ്. വഅസ്വാതു ദുആയിക, നിന്നോട് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ, നിന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്ന, പാപമോചനത്തിന് തേടുന്ന സമയമാണല്ലോ. ഈ സമയത്തിൽ സാധുവായ കക്കാടിലുള്ള ഈ സഹോദരി നിന്നോട് ചോദിക്കുകയാണ്, ഫഗ്ഫിർലീ, എന്റെ പാപത്തിനെയും നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. പടച്ചവനങ്ങ് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. പോരാ, നബി തങ്ങൾ പറയുകയാണ്, അങ്ങനെ നീ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ നീ ഒരു ദിക്ർ ചൊല്ലിയാൽ, ഏതാണ് ആ ദിക്ർ എന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദിൻ റസൂലാ വബിൽ ഇസ്ലാമി ദീനാ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയേണ്ട വാക്കങ്ങനെയാണ്. അതായത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു
وأن محمدا عبده ورسوله رضيت بالله ربا وبمحمد رسولا وبالإسلام دينا എന്ന കലിമത്തിനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാതെ അവൻ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയില്ല എന്ന് മാത്രമല്ല, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഉദ്ധരിച്ചതും മഹാനാകുന്ന സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളാണ്. ഈ ഹദീസ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. മുസ്ലിമിൽ വന്നിട്ടുണ്ട്. وعن سعد بن ابي وقاص رضي الله عنه عن النبي صلى الله عليه وسلم انه قال من قال حين يسمع المؤذن اشهد ان لا اله الا الله وحده لا شريك له وان محمدا عبده ورسوله رضيت بالله ربا وبمحمد رسولا وبالاسلام دينا غفر له ذنبه അവന്റെ ദോഷങ്ങൾ മുഴുവനും അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുന്നതാണ്. പടച്ചോൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇല്ല ആമീൻ പറഞ്ഞ പടച്ചോനെ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ പകർത്തുവാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുശേഷം ബാങ്ക് കൊടുത്തതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി തമ്മ എന്ന വിശുദ്ധമായ ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയും കൂടെ ആരെങ്കിലും നടത്തിയാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീല والفضيلة وابعثه مقاما محمودا الذي وعدته എന്ന വിശുദ്ധമായ ആ ബാങ്കിന് ശേഷമുള്ള ദുആയുണ്ടല്ലോ, ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ ഹല്ലത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ, നാളെ മഹ്ശറ വൻസഭയിലോട്ട് കോടാനിക്കോടി വരുന്ന മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിയിട്ട് കക്ഷങ്ങൾ രോമങ്ങളെല്ലാം മടങ്ങി വരുന്ന കോടതിയാണ്. അതൊരു വല്ലാത്ത കോടതിയാണ്. ഖബറിൽ നിന്ന് മനുഷ്യന്മാരെല്ലാവരും എഴുന്നേൽക്കുന്ന സമയം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ആരുടെയും ശരീരത്തിൽ കുപ്പായമില്ല, മാക്സില്ല, ഫർദയില്ല, കക്ഷങ്ങളിൽ രോമങ്ങളെല്ലാം എത്ര രോമമാണോ നമ്മൾ വടിച്ചു കളഞ്ഞത്, എത്ര രോമമാണോ നമ്മൾ പറിച്ചു കളഞ്ഞത്, എല്ലാ രോമവും മടങ്ങി വരുന്ന കോടതിയാണ്. സുബ്ഹാനല്ലാഹ്. തലയുടെ മുടികളെല്ലാം എത്രയാണോ നമ്മൾ വെട്ടിക്കളഞ്ഞത്, എത്രയാണോ കൊടിഞ്ഞു പോയത്, എല്ലാം മടങ്ങി വരുന്ന കോടതിയാണ്. മീശരോമം എത്രയാണോ വെട്ടിക്കളഞ്ഞത്, എത്ര രോമമാണോ നാം വടിച്ചു കളഞ്ഞത്, എല്ലാ രോമവും മടങ്ങി വരുന്ന കോടതിയാണ്. താടിയുടെ രോമം എത്രയാണോ നമ്മൾ വടിച്ചു കളഞ്ഞത്, എത്രയാണോ നമ്മൾ വെട്ടിക്കളഞ്ഞത്, എല്ലാം മടങ്ങി വരുന്ന കോടതിയാണ്. സുബ്ഹാനല്ലാഹ്. ലക്ഷക്കണക്കിന് കോടാനിക്കോടിക്കണക്കിന് മനുഷ്യന്മാരെല്ലാവരും സംഗമിക്കുമ്പോ അതിന്റെ പിന്നിലായി നിൽക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച മറ്റൊരു വർഗമായ ജിന്ന് വിഭാഗങ്ങളാണ്. അതിന്റെ ബാക്കിൽ വരുന്നത് മലക്കുകളാണ്. എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറ വൻസഭയിൽ ഒരു ചാണകല സൂര്യൻ ഉദിക്കുമ്പോ സുബ്ഹാനല്ലാഹ് മനുഷ്യന്മാരെല്ലാവരും വിയർപ്പിൽ മുങ്ങിയും പൊങ്ങിയും കളിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആ മഹ്ശറ എന്ന കോടതിയിൽ ഒരാൾക്ക് മാത്രമാണ് ഹിസാബില്ലാത്തത്. ഒരാൾക്ക് മാത്രം ഹിസാബില്ല. അയാള് നേരെ ഖബറിൽ നിന്ന് എഴുന്നേറ്റാൽ അയാള് മഹ്ശറ എന്ന കോടതിയിലൂടെ കടന്നുപോയി മലക്കുകളുടെ ഇടയിലൂടെ അയാൾ അല്ലാഹുവിന്റെ മുമ്പിലൂടെ സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടന്നുപോയി അയാള് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് സ്വർഗത്തിലോട്ട് കടക്കുന്നതാണ്. അയാൾക്ക് മഹ്ശറയിൽ താമസമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലും മഹ്ശറയിൽ താമസമുണ്ട്. വർഷങ്ങളുടെ വൈദൂരമുള്ള വല്ലാത്തൊരു കോടതിയാണ് ആ കോടതി. ആ കോടതിയിൽ ഒരാൾക്ക് മാത്രമാണ് ആ കോടതിയിൽ നിൽക്കണ്ടാത്തത്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, അതാരാണ് യാ റസൂലല്ലാഹ്? അപ്പൊ നബി തങ്ങൾ പറയുകയാണ്, അതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കറാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ തങ്ങൾക്ക് നാളെ മഹ്ശറയില്ല, ഒരു ഹിസാബുമില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക്
അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കോലം ഇങ്ങനെയാണ്, മെലിഞ്ഞ ശരീരമാണ്. ഹംസിയ കിതാബ് പറയുന്നു, മെലിഞ്ഞ ശരീരമാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കോലം. വെളുത്ത നിറമാണ്, കഴുത്ത് നീളമുള്ള കഴുത്താണ്, വിശാലമായ നെറ്റിയുടെ ഉടമയാണ്, കണ്ണ് കുഴിയിലേക്ക് ഇറങ്ങിയ കണ്ണുകളാണ്, കവിൾത്തടം മുട്ടിയതാണ്, മൂട്ടിൽ താടിയുള്ള സ്വഹാബി വരനാണ്. ഇവിടെ താടി വരാറില്ല. വല്ലാത്ത വിനയമുള്ള സ്വഹാബിയാണ്, ആരോടും സൗമ്യമായ രീതിയിൽ സംസാരിക്കുന്ന സ്വഹാബിയാണ്, വലിയ കച്ചവടക്കാരനാണ്. അവസാനം ഫഖീറായി ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ സ്വഹാബി വരനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ തങ്ങൾക്ക് മാത്രമാണ് നാളെ മഹ്ശറ എന്ന കോടതിയിൽ ഹിസാബില്ലാത്തത്. എങ്കിൽ സ്വഹാബ ആ മഹ്ശറ എന്ന കോടതിയിലോട്ട് കോടാനിക്കോടി വരുന്ന ജീവജാലങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ ഈ വിഭാഗം മനുഷ്യന്മാര് കടന്നു വന്നാൽ അവർക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബേജാറാവണ്ട. ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ്മ എന്നുള്ള ദുആഇനെ പതിവാക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ലേ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ ഭംഗിയോടുകൂടി ആ ദുആഇനെ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ മിണിങ്ങേനല്ല. അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമ്മ رب هذه الدعوة التامة إلا الكريم اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة وابعثه مقاما محمودا الذي وعدته എന്നുള്ള വിശുദ്ധമായ ദുആ നടത്തിയാൽ ഹല്ലത്ത് ലഹു ശഫാഅതി യൗമൽ ഖിയാമ, അവനിക്ക് എന്റെ ശഫാഅത്ത് ഉണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന ടൈമിനാണ് മഹാനാകുന്ന അഹ്മദ് ഹുമൈദ് തങ്ങളുടെ മകനായ അബ്ദുൽ മുഖ്തദിറിന്റെ മകനായ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു ലോകത്തിലോട്ട് ജനിച്ചു വീഴുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മാസവും ശ്രേഷ്ഠതയുള്ളതാണ്, സമയവും ശ്രേഷ്ഠതയുള്ളതാണ്, രാവും ശ്രേഷ്ഠതയുള്ളതാണ്, ടൈമും ശ്രേഷ്ഠതയുള്ള ടൈമാണ്. ആ സമയത്തിലാണ് അബൂ യാക്കൂബ് എന്ന കുഞ്ഞുമോൻ ഭൂമി ലോകത്തിലോട്ട് വരുന്നത്. ചെറുപ്പത്തിൽ തന്നെ പിതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ഈ നിസ്കാരത്തിൽ ആത്മാർത്ഥത ലഭിക്കാൻ രണ്ട് കാര്യം പറഞ്ഞു തരാനുള്ള മഹാനല്ലേ, അദ്ദേഹം ജനിച്ച ടൈമാണ് ഞാൻ പറഞ്ഞത്. ആ ടൈമിന് ജനിച്ച മഹാന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അങ്ങനെ 7ാമത്തെ വയസ്സെത്തിയപ്പോ ആ കുഞ്ഞുമോനെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. മാതാവ് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു ഉസ്താദിന്റെ അരികിലേക്ക്, നോക്കണേ, ഒരു ഉസ്താദിന്റെ അരികിലേക്ക് പറഞ്ഞയച്ചു മാതാവ്. സുബ്ഹാനല്ലാഹ്, 58 ദിവസം കഴിഞ്ഞപ്പോ ആ ഉസ്താദ് മകനെയുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടന്നു വരികയാണ്. ഓതാൻ കൊണ്ടാക്കി ഖുർആനോത്ത് പഠിപ്പിക്കാൻ ഈ അബൂ യാക്കൂബ് എന്ന ഈ കുഞ്ഞുമോനെ, വാപ്പല്ലാത്ത കുട്ടീനെ ഓതാൻ കൊണ്ടയാക്കി 58 ദിവസം കഴിഞ്ഞപ്പോണ്ട് ആ കുട്ടീനായിട്ട് ഉസ്താദ് ഇങ്ങോട്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്, ഉമ്മച്ചി ബേജാറാകുകയാണ്. ഉമ്മ ചോദിച്ചു, ഉസ്താദേ എന്താണ് എന്റെ മകൻ കുരുത്തക്കേട് ഒപ്പിച്ചോ? എന്റെ മകൻ വല്ല കുരുത്തക്കേടും ഒപ്പിച്ചോ? ഉസ്താദ് പറയുകയാണ്, നിങ്ങളുടെ മകൻ ഖുർആൻ പഠിപ്പിക്കാനല്ലേ എന്റെ അരികിലേക്ക് പറഞ്ഞയച്ചത്? അതെ, ഇവൻ ഖുർആൻ മുഴുവനായി പഠിച്ചിട്ടുണ്ട്. 58 ദിവസങ്ങളെ കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയത് ഞാൻ പറയുന്നത് അത്രയും അപാരമായ ബുദ്ധിയുടെ ഉടമയാണ് മഹാനാകുന്ന അബൂ യാക്കൂബ്. നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് അബൂ യാക്കൂബ്. അങ്ങനെ 58 ദിവസങ്ങളെ കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാടാക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഈ കുഞ്ഞുമോന്റെ മാതാവ് വേഗം ഈ കുഞ്ഞുമോനെയുമായി ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയൊരു മഹാനുണ്ട്. ആ മഹാനവറുകളുടെ അരികിൽ ചെന്നുകൊണ്ട് എന്റെ മകന് കിതാബ് ഓതാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. കിതാബ് ഓതാൻ വേണ്ടിയിട്ട്, കിതാബ് ഓതി കൊടുക്കാൻ വേണ്ടി ഒരു പ്രഗത്ഭനായ ഒരു ഉസ്താദിന്റെ അരികിലേക്ക് ഈ കുഞ്ഞുമകനെ കൊണ്ടുപോയാക്കി. കാരണം നല്ല ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ, അതുകൊണ്ട് ഈ കുട്ടിക്കൊന്ന് കിതാബ് ഓതി കൊടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഈ മകൻ എന്ത് ചെയ്തു? കിതാബ് ഓതാൻ വേണ്ടി പറഞ്ഞയച്ചു ഉസ്താദിന്റെ അരികിലേക്ക്. ആ ഉസ്താദ് 2 കൊല്ലം കഴിഞ്ഞപ്പോ ആ കുട്ടിനായിട്ട് വീട്ടിൽ തന്നെ മടങ്ങി വരികയാണ്.
9ാമത്തെ വയസ്സാണ് അബൂ യാക്കൂബ് തങ്ങൾക്ക്. ആ കുഞ്ഞിനെ മടക്കി കൊണ്ടുവന്നപ്പോ സുബ്ഹാനല്ലാഹ് ഉസ്താദ് അവറുകളോട് ഉസ്താദിനോട് ചോദിക്കുകയാണ്, എന്താണ് എന്റെ മകൻ ചെയ്ത തെറ്റെന്താണ്? ആ സമയത്തിലാണ് മകനോട് ഉസ്താദ് അവറുകൾ പറയുന്നത്, ഉസ്താദ് ഉമ്മയോട് പറയുന്നത്, എന്റെ അരികിലേക്ക് നിങ്ങൾ എന്റെ ഇൽമ പഠിക്കാനല്ല പറഞ്ഞയച്ചത്, എന്റെ അരികിലുള്ള 2 വർഷം കൊണ്ട് എന്റെ കയ്യിലുള്ള സകലമാന അറിവുകളും ഈ മകൻ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് മാതാവിനോട് ഉസ്താദ് പറഞ്ഞയച്ചപ്പോ ആ ഉമ്മച്ചി ചെയ്ത പണി എന്താണെന്നറിയോ? ആ നാട്ടിലുള്ള 2ാമത്തെ ഉസ്താദിന്റെ അരികിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഓത്ത് കഴിഞ്ഞിട്ടില്ല, 2 കൊല്ലം കൊണ്ട് ഓത്ത് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞു വിട്ടു. 8 ഉസ്താദുമാരുടെ അരികിൽ കിതാബോത്ത് നടത്തുകയാണ് മഹാനായ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു. 8 പ്രഗൽഭരായ ഉസ്താദുമാരുടെ അരികിൽ കിതാബോതി. എത്ര കൊല്ലം എന്നറിയോ? 23 കൊല്ലം. 23 കൊല്ലം കിതാബോതി അഹ്മദ് ഹുമൈദിന്റെ മകൻ അബ്ദുൽ മുഖ്തദിറിന്റെ മകൻ അബൂ യാക്കൂബ്. 23 കൊല്ലം, അതായത് 30ാമത്തെ വയസ്സ് വരെ. 30ാമത്തെ വയസ്സ് വരെ കിതാബോതി. അങ്ങനെ കിതാബൊക്കെ ഓതി കഴിഞ്ഞപ്പോ പിന്നെ ഈ മകനിക്ക് തോന്നി, ഞാൻ ഇത്ര കാലം കിതാബോതിയിലെ ഇനി കിതാബോത്ത് ഞാൻ നിർത്തുകയാണ്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കിതാബുകളെല്ലാം മടക്കി കെട്ടിയിട്ട് ഈ മകൻ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾ ഉമ്മയിൽ നിന്ന് പിരിഞ്ഞു നിന്നിട്ടുണ്ട്. അങ്ങനെ അവസാന സമയത്തിൽ 30ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട മാതാവിനെ കാണാൻ, തന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചിയുടെ അരികിൽ താമസിക്കാൻ മഹാനാകുന്ന അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു ആ ഉമ്മച്ചിയുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് തന്റെ വീട്ടിലേക്ക് വന്നപ്പോ സുബ്ഹാനല്ലാഹ് ആ വീട്ടിൽ തന്റെ മാതാവിനെ കാണാനില്ല. അയൽവാസിയായ ഒരു കളവത്തിയായ ഉമ്മാമയോട് ചോദിച്ചു, അല്ല ഉമ്മാമ, ഈ വീട്ടിൽ ഒരു ഉമ്മയുണ്ടായിരുന്നല്ലോ, അവരെവിടെ പോയി? ഉമ്മാമ ചോദിച്ചു, മോനെ നീ ആരാണ്? കാരണം അത്രയും കൊല്ലായി ഓതാൻ പോയിട്ട്, അത്രയും കൊല്ലായി കിതാബ് ഓതാൻ പോയിട്ട്. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ കിതാബ് ഓതാൻ പോയാൽ ആഴ്ചയിൽ ലീവാണ്. ചേർത്തുമ്പോ തന്നെ ചോദിക്കാണ്, കുട്ടിക്ക് എന്നൊക്കെ ലീവ് ഉള്ളത് അല്ലേ? ആഴ്ചയിൽ ലീവാണ്. അതുപോലെ തന്നെ എവിടെ സൽക്കാരുണ്ടോ കുട്ടികളെ കിട്ടണം. ഉസ്താദേ ഒന്ന് വിടൂ എന്റെ മോനെ. എന്റെ എളാമന്റെ പിന്നെ പൊരന്റെ അടുത്തുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തുള്ള മൂത്താപ്പാന്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു അകന്ന ബന്ധു, അതിന്റെ കല്യാണം ഉണ്ട്, വിടുവോ? സുബ്ഹാനല്ലാഹ്, ഓതി പഠിക്കുന്ന മക്കൾ ഒരിക്കലും ലീവിന് കൊണ്ടുപോകരുത്. അതൊരു നല്ല കാര്യമല്ല. മനസ്സിലായിട്ടില്ല? മഹാനായ അബൂ യാക്കൂബ് തങ്ങൾ 30 കൊല്ലം കിതാബ് ഓതി വന്നു ഉമ്മയുടെ അരികിൽ. ആ മകൻ പറഞ്ഞു, ഞാൻ ഈ ഉമ്മയുടെ മകനാണ്. അപ്പയാണ് ഉമ്മാമ പറയുന്നത്, നിങ്ങളുടെ മാതാവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, താങ്ങാൻ കഴിയുന്നില്ല വിഷമം. അപ്പയാണ് കിതാബുകളെല്ലാം ഒരു ഭാഗത്തെടുത്ത് വെച്ചിട്ട് തന്റെ പിതാവും പിതാവിന്റെ പിതാവും ചെയ്തൊരു കാര്യമുണ്ട്. ഇറാഖിന്റെ മരുഭൂമിയുടെ നടുഭാഗത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിയൊരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ പേരാണ് ജബലുൻ നബാത്ത്. ആ പർവ്വതത്തിന്റെ പേരാണ് ജബലുൻ നബാത്ത്. വല്ലാത്ത കാടുള്ള പർവ്വതമാണ്. അതിലേക്ക് ഇടജന്തുക്കളും പിടിമൃഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വലിയ കൊടും കാട് നിറഞ്ഞ കാടുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിലേക്ക് ജനങ്ങളാരും താമസിക്കാൻ പോകാറില്ല. ആ ഗുഹയുടെ മുകളിൽ വലിയൊരു ഗുഹയുണ്ട്. ആ ഗുഹ ഏതെന്നറിയോ? മഹാനാകുന്ന അബൂ യാക്കൂബിന്റെ പിതാവ് അഹ്മദ് ഹുമൈദ് തങ്ങളും അവരുടെ പിതാവ് അബ്ദുൽ മുഖ്തദിറും അവരുടെ പിതാവ് അബൂ യാക്കൂബും അഹ്മദ് ഹുമൈദും റിയാദിലിരുന്ന സ്ഥലമാണ്. ഒറ്റക്കിരുന്നു കൊണ്ട് ആരാധന നടത്തിയ സ്ഥലമാണ് ഈ ഗുഹ. അതായത് ഇറാഖിന്റെ മരുഭൂമിയിൽ നടുഭാഗത്തിൽ ഒരു വിശാലമായ ഒരു പർവ്വതം, ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരു ഗുഹ, ആ ഗുഹയുടെ ഉള്ളിലിരുന്ന് ഒറ്റക്കിരുന്ന് ആരാധന നടത്തുക. അതിനേക്കാണ് റിയാള എന്ന് പറയുക. ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യാം. അങ്ങനെ ഒറ്റക്കിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ അബൂ യാക്കൂബും കയറി പോകുകയാണ്. എത്ര ദിവസമായി ഇബാദത്ത് ചെയ്തെന്നറിയോ? ഒരാഴ്ചയില്ല, ആഴ്ചകൾ മാസങ്ങളാകുകയാണ്. മാസങ്ങൾ വർഷങ്ങൾ പിന്നിടുകയാണ്. വർഷം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 വർഷം എത്തിയപ്പോ അബൂ യാക്കൂബിന് 33ാമത്തെ വയസ്സാണ് റളിയല്ലാഹു അൻഹു. നോക്കണേ, അബൂ
യാക്കൂബ് തങ്ങൾക്ക് 33-ാമത്തെ വയസ്സാണ്. അങ്ങനെ അസ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാറപ്പുറത്തിരുന്ന് കാറ്റുകൊള്ളുന്ന പരിപാടി അത് ഹബീബാ നബി തങ്ങൾക്കുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ മദീനയിലൂടെ അസ്റിന് ശേഷം ഇങ്ങനെ നടക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഇരുന്ന ഒരു സ്ഥലം ഇന്നും മദീനയിൽ ഒരു പഴയ പള്ളി കാണാം. അവിടെ റസൂലുള്ള വഴുകുന്നേര സമയത്തിൽ കാറ്റുകൊള്ളാൻ ഇരുന്ന സ്ഥലമാണ്. മനസ്സിലായില്ലേ? എന്നാൽ കാറ്റുകൊള്ളാൻ വേണ്ടി അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു പാറപ്പുറത്തിൽ ഇരുന്നു കൊണ്ട് ഇറാഖിന്റെ മരുഭൂമിയിലേക്ക് നോക്കി നിൽക്കുമ്പോ മരുഭൂമിയിലൂടെ ഒരു സംഘം ആളുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സംഘത്തിന്റെ മുമ്പിലേക്ക് നോക്കുമ്പോ മുമ്പിൽ നടന്നു പോകുന്ന ആളാരാണെന്നറിയോ? മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ എന്നറിയോ? ആ കാലഘട്ടത്തിന്റെ ഖുത്ബാണ്. ആ കാലഘട്ടത്തിന്റെ ഖുത്ബായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു. വലിയ പക്ഷേ അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു അഹ്മദ് ഹുമൈദ് തങ്ങളുടെ ശിഷ്യനാണ്. വല്യാപ്പാന്റെ ശിഷ്യനാണ് അഹ്മദ് ഹുമൈദ് തങ്ങൾ, അല്ല അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങൾ. അത് ആ കാലഘട്ടത്തിന്റെ ഖുത്ബാണ്. അപ്പൊ അബൂ യാക്കൂബ് തങ്ങൾ ചിന്തിക്കുക, എന്റെ വല്യാപ്പാന്റെ ശിഷ്യനാണല്ല പോണത്, അവരോടൊന്ന് ദുആ ചെയ്യിപ്പിക്കുക, ഞാനൊന്ന് പോയിട്ട് സലാം പറയട്ടെ. അങ്ങനെ 33 വയസ്സുകാരനായ ആയിരക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമാക്കിയ 7ാമത്തെ വയസ്സിൽ 58 ദിവസങ്ങളെ കൊണ്ട് ഖുർആൻ മുഴുവനും മനപ്പാഠമാക്കിയ, ആയിരക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമാക്കിയ, 23 കൊല്ലം കിതാബോദിയ വലിയ പണ്ഡിതന് 3 വർഷം ഒറ്റക്കിരുന്ന് ആരാധന നടത്തി അബൂ യാക്കൂബ് തങ്ങൾ മലയുടെ മുകളിൽ നിന്ന് ഓടിയിറങ്ങുമ്പോ തനി ഭ്രാന്തന്റെ കോലത്തിലാണ്. താടികളെല്ലാം ചടകുത്തിയിട്ടുണ്ട്, തലമുടികളെല്ലാം ചടകുത്തിയിട്ടുണ്ട്, ചർമ്മങ്ങളെല്ലാം മെല്ലിനോടൊട്ടിപ്പോയിട്ടുണ്ട്. ആരാധന ചെയ്തുകൊണ്ട് മുഴുവൻ സമയവും അല്ലാഹ് 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 എല്ലാ ടൈമിലും ആ ഒരു ചിന്ത മാത്രമാണ്. അങ്ങനെയുള്ള മനുഷ്യൻ മഹാനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങളുടെ അരികിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നങ്ങ് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങൾ ബാക്കോട്ട് തിരിഞ്ഞു നോക്കി എന്നല്ലാതെ ആ സലാം മടക്കിയിട്ടില്ല. സലാം മടക്കിയിട്ടില്ല. വീണ്ടും പറഞ്ഞു അസ്സലാമു അലൈക്കും. അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങൾ സലാം മടക്കുന്നില്ല. 3ാമതും സലാം പറഞ്ഞപ്പോ മടക്കാത്തത് കണ്ടപ്പോ അബൂ യാക്കൂബ് തങ്ങൾ ചോദിക്കുകയാണ്, അല്ല അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങളെ, ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാൻ അല്ലാഹുവിന്റെ ദീനിൽ ഒരു ഹറാമായ കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തിയിട്ടില്ലല്ലോ. ഞാൻ കള്ളു കുടിച്ചിട്ടില്ലല്ലോ, വ്യഭിചരിച്ചിട്ടില്ലല്ലോ, ഷീട്ട് കളിച്ചിട്ടില്ലല്ലോ. എന്ത് തമ്മാടിത്തരമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത്? എന്റെ സലാമിനെ നിങ്ങൾ മടക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹുവിനോട് അബ്ദുല്ലാഹ് ഇബ്നു മുസാഫിർ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, അല്ല അബൂ യാക്കൂബ് തങ്ങളെ, നിങ്ങൾ എവിടെയാണ് റിയാലക്കിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇറാഖിന്റെ മണ്ണിലാണല്ലോ. ഈ നാടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? ഇവിടെ ഒരുപാട് കൂലിപ്പണി എടുത്തുകൊണ്ട് ജീവിക്കുന്ന തനി നാടന്മാരുള്ള പ്രദേശമാണ്. തനി നാടന്മാരായ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരോട് ഒരു നല്ല ഉപദേശങ്ങൾ നടത്തിക്കൊടുക്കാതെ 23 കൊല്ലങ്ങളോളം ആയിരക്കണക്കിന് ഹദീസുകളെ അല്ലാഹു നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിലേക്ക് ഇട്ടു തന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് ആരാധന ചെയ്യാനാണോ? അത് അല്ലാഹു തൃപ്തിപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ആ വിശുദ്ധമായ ദീനിനെ ജനങ്ങളോട് വഅദ് പറഞ്ഞു കൊടുക്കണ്ടയോ? ആ കാര്യം അല്ലാഹു ഇഷ്ടപ്പെടുകയില്ലയോ എന്ന് ചോദിച്ചപ്പോ അപ്പയാണ് ചിന്തിക്കുന്നത്, ദീനീ പ്രബോധനം ചെയ്യാൻ ഞാൻ മറന്നുപോയതിന്റെ ഗൗരവം. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു ജബലുൻ നബാത്തിന്റെ അരികിൽ നിന്ന് നടക്കുകയാണ്. ഇറാഖിന്റെ മണ്ണിൽ ജനതാമസമുള്ള സ്ഥലത്തിലോട്ട് നടന്നു പോകുകയാണ്. ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിലോട്ട് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. 10 ദിവസം നടന്നുപോയ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു 10 ദിവസം നടന്നുപോയി. അങ്ങനെ ഇറാഖിന്റെ മണ്ണിലെത്തി ജനതാമസമുള്ള ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ട് പറയാൻ, അല്ല മനുഷ്യന്മാരെ, ഞാൻ അബൂ യാക്കൂബാണ്. എന്തിനാ വന്നത്? നിങ്ങൾക്ക് വഅദ് പറയാനാണ്.
സുബ്ഹാനല്ലാഹ്. ഇറാഖിന്റെ മനുഷ്യന്മാർ ഇതങ്ങ് കേട്ടപ്പോ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും കുഞ്ഞുമക്കൾ പോലും വഅദ് കേൾക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് കൂടുകയാണ്. അന്ന് വഅദ് പറയാൻ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു ഉയരമുള്ള സ്ഥലത്തിൽ കയറി നിൽക്കുകയാണ്. 33 വയസ്സുകാരനായ അബൂ യാക്കൂബ് റളിയല്ലാഹു അൻഹു എന്നിട്ട് സലാം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന വഅദ് തുടങ്ങുമ്പോ സുബ്ഹാനല്ലാഹ്, നാട്ടിൽ ജീവിക്കുന്ന തനി നാടനായ കൃഷിക്കാരനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അബൂ യാക്കൂബേ, ഇവിടെ വഅദിന്റെ ആവശ്യമില്ല. ആരെങ്ങളോട് വഅദ് പറയാൻ പറഞ്ഞു? ഇവിടെ വഅദിന്റെ ആവശ്യമില്ല. നരകത്തിന്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, ഖബറിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, മരണത്തിന്റെ വേദനയെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. ഇവിടെ വഅദിന്റെ ആവശ്യമേ ഇല്ല.